ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് ഒരു നാടൻ 4 മണി പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അരി നന്നായിട്ട് കഴുകിയിട്ട് ഒരു ചട്ടിക്കകത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അത് ലോ ഫ്ലെയിമിലാണേ വെക്കേണ്ടത്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അരി നന്നായിട്ട് വറുത്ത് കഴിഞ്ഞിട്ടേ നമുക്ക് അതിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. അത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടിത്തെറിക്കാനും തുടങ്ങും. അപ്പോൾ അതിൻ്റെ തീയൊക്കെ ഓഫാക്കിയിട്ട് അതിൻ്റെ ചൂടാറി വരുമ്പം നമുക്കത് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പം ഈ അരിയുടെ കൂടെ നമുക്ക് ഒരു ഏലക്കയും കൂടെ ചേർക്കാം. എന്നിട്ടത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഒട്ടും തരിയില്ലാത്ത വിധത്തിൽ നമുക്കത് പൊടിച്ചെടുക്കാം. ഈ അരിപ്പൊടി നമുക്ക് ഒരു വലിയ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തേങ്ങ തിരുമ്മിയതും ശർക്കര ചീവിയതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് കൈ വെച്ച് നന്നായിട്ട് ഞെവിടി യോജിപ്പിക്കണം. കുറച്ച് നേരം നമ്മൾ നന്നായിട്ട് ഞെവിടി യോജിപ്പിച്ച് കഴിയുമ്പം നമ്മുടെ 4 മണി പലഹാരം റെഡിയാവും കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണിത്. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ടല്ലോ, എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുമല്ലോ തേങ്ങയും ശർക്കരയും അരിയൊക്കെ. അപ്പം നമുക്ക് പെട്ടെന്ന് ചായയുടെ കൂടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു പലഹാരമാണ് ഇത്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇത് ഒരുപാട് കഴിച്ചിട്ടുണ്ടാവുമല്ലോ, പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ ഇത് അധികം കഴിക്കാൻ വഴിയില്ല. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുത്തു നോക്കണേ.